399 രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം TPMS എന്ന് പറയും. അതായത് ഇപ്പം വരുന്ന പുതിയ വാഹനങ്ങൾക്കെല്ലാം ഈ TPMS എന്ന് പറയുന്ന യൂണിറ്റ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു സാധാരണ ഒരാളുടെ വണ്ടിക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനത്തിൽ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓൺലൈൻ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. എന്നാൽ ഇത് ഏറ്റവും കുറഞ്ഞത് 399 രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ പല കാര്യങ്ങളായിട്ട് അവൈലബിൾ ആണ്. അതായത് ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ്. ഞാൻ ഈ പറയുന്ന ഡിസ്പ്ലേ ഇല്ലാത്ത നോർമൽ ടൈപ്പാണ് പറയുക. ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3900 രൂപ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച്, അതായത് ഏറ്റവും കുറഞ്ഞൊരു മോഡൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ പ്രോഡക്റ്റ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. യെസ്, ഇതാണ് ആ പ്രോഡക്റ്റ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു ചെറിയൊരു യൂണിറ്റ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻജെറ്റ് എക്സ്പ്ലോർ. അപ്പം നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ചെറിയൊരു ഐറ്റമാണ്. ഇത്രയേ ഉള്ളൂ സാധനം. കണ്ടോ, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഈ സാധനം മനസ്സിലാവും. ഒരു 4 കട്ട പോലത്തെ സാധനം, അതിലൊരു ചുമല, മഞ്ഞ, ഒരു പച്ച, 3 ഇൻഡിക്കേഷനുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ടയറിലിടാനുള്ളൊരു എയർ ക്യാപ്പ് തന്നെയാണ്. അതായത് എയർ പ്രഷറിൻ്റെ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എയർ പ്രഷർ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന വാൽവിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം ക്യാപ്പ് തന്നെയാണ്. ഞാനിതിൽ ഒരെണ്ണം ആദ്യം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഈ പുറമെ ഈ പറയുന്നൊരു സാധനം കാണുമ്പോഴത്തേക്കും തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഒരു സേഫ്, ഒരു ഡേഞ്ചർ. ഇതിൽ സേഫ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫുൾ പച്ചയാണ് കാണിച്ചിരിക്കുന്നത്, എന്നാൽ ഡേഞ്ചർ എന്ന് കൊടുത്തിരിക്കുന്നത് റെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതൊന്ന് ഈ ഒരു ബോക്സിൽ നിന്ന് ഇതിങ്ങനെ എടുക്കുകയാണ്. തൽക്കാലം താഴെ കിടക്കട്ടെ. ആദ്യം ഒരെണ്ണം ഞാനിങ്ങനെ എടുക്കുക. യെസ്, ഇതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് 2.4 ബാർ, 2.48 ബാർ. ഇതിൽ 2.4 ബാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2.4 എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് 36 PS പ്രഷറാണ് വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെലീറിയയ്ക്കും എല്ലാം 36 PS ആണ് വരുന്നത്. ഞാൻ തൽക്കാലം ഇതിൻ്റെ മേളിലോട്ടൊന്ന് വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഒരു ബാക്കിലൊരു റബ്ബർ വരുന്നുണ്ട്, അതിനകത്തൊരു ചെറിയൊരു ഹോളും ഉണ്ട്. ബാക്കി എനിക്ക് പുറമെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. സംഗതി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ആദ്യം ഈ കാണുന്ന ക്യാപ്പ്, എയർ ക്യാപ്പ് നമ്മളൊന്ന് അഴിക്കുകയാണ്. അപ്പോൾ ഞാനിത് അഴിച്ചെടുക്കുന്നു, എല്ലാവർക്കും കാണാൻ പറ്റും. എന്നിട്ട് ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കിക്കോണം, ഞാനിതിലോട്ട് ഇത് ഫിറ്റ് ചെയ്യുകയാണ്. യെസ്, അത് കയറുന്നുണ്ട്. യെസ്, അത് കയറിയപ്പോൾ തന്നെ പച്ചയായി. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തോണം, എയർ ലീക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഇത് ഫുൾ ഗ്രീനാണ്. ഇപ്പം ഞാനത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് ഗ്രീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗ്രീൻ ആണെങ്കിൽ നമുക്ക് സേഫാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് യെല്ലോ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്. ഈ 3 ലിമിറ്റാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഇരിക്കുന്ന വേറൊരു ടൈപ്പും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ കളർ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതേണ്ടേ, ഇപ്പം എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്തൊരു ഗ്രീന്, റെഡ്, പിന്നെ ഒരു യെല്ലോ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഗ്രീനും റെഡുമാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം ഞാനിത് കണക്ട് ചെയ്തപ്പം ഫുള്ള് ഗ്രീനായി. നേരത്തെ ഇരുന്ന് ഈ ക്യാപ്പ് ഒന്ന് അഴിക്കുകയാണ്. ഞാനിത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇത് ഒരു ഗ്രീനും റെഡാണ് ഏറ്റവും പൊങ്ങി നിൽക്കുന്നത്, ഗ്രീൻ താന്നാണ് നിൽക്കുന്നത്. ഞാനിതിൽ കയറ്റിയിട്ടൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോണം. കണ്ടോ, ഇപ്പോൾ ഗ്രീൻ തന്നെ ഫ്രണ്ടിലോട്ട് തള്ളി വന്ന എല്ലാവർക്കും മനസ്സിലായി. അതായത് ഇപ്പം പക്ക ഇതിനകത്ത് ഫുൾ പ്രഷറുണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്.
ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിക്സ് ചെയ്തു. എല്ലാവരും ഇപ്പോൾ കണ്ടായിരുന്നു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ റേറ്റ് കുറഞ്ഞു, അതായത് 399 രൂപയ്ക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നല്ല ഇതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്ടെന്നൊക്കെ നമ്മുടെ വാഹനം ടയറിലോട്ട് നോക്കി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ടയറിൻ്റെ പ്രഷർ കുറവുണ്ടോ, എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് കറക്റ്റ് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. അപ്പോൾ എല്ലാവർക്കും മേടിക്കണം എന്ന ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് മേടിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതുപോലെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അതും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.